നാളെ കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പാണ്. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. കലാശക്കൊട്ടിന് വേണ്ടി അവസാനഘട്ട തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിലാണ് NDA സ്ഥാനാർത്ഥി G. കൃഷ്ണകുമാർ നമ്മളോടൊപ്പം ഉള്ളത്. അവസാന ഘട്ടത്തിൽ കൃഷ്ണകുമാർ ജി, ഈ ഇനി കലാശക്കൊട്ടിലേക്ക് മണിക്കൂറുകൾ, ഒരു ദിവസം പിന്നിട്ടാൽ ഇലക്ഷൻ. എങ്ങനെയുണ്ട് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എത്രയാണ്? വന്ന ദിവസമേ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കണം. BJPക്ക് 1 ലക്ഷവും പ്രേമചന്ദ്രൻ എന്നൊരു വ്യക്തിയുടെ പാർട്ടിക്ക് 5 ലക്ഷം, 4 ലക്ഷം വ്യത്യാസത്തിലാണ് തുടങ്ങുന്നത്. പക്ഷേ എന്താണെന്നറിയില്ല, വന്നിറങ്ങിയ ദിവസം മുതൽ ജയം എന്നൊരു തോന്നൽ മാത്രമാണ് മനസ്സിൽ. കാരണം ഇപ്പോഴും നിങ്ങൾ നോക്കുക, നമ്മുടെ പ്രചരണം ഒപ്പം ദൈവം തന്നെ പല 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 വിഷയങ്ങൾ എടുത്തിട്ടിരുന്നു. അതായത് ജനങ്ങൾക്ക് ഈ 4 ലക്ഷവും 5 ലക്ഷവും വ്യത്യാസം പോലും ഒരു വിഷയമല്ല. കാരണം അവർ പറയുന്നത് ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ പോകുന്ന വഴികളിൽ മുഴുവൻ കാണുന്നു. പണ്ടത്തെ പോലെ വെറുതെ കൈ കാണിക്കുകയല്ല. സ്ത്രീകളൊക്കെ പണ്ട് ഭയന്ന് നോക്കാം, മറ്റേ ചിരിക്കും. ഇന്ന് സ്ത്രീകൾ ഓപ്പണായിട്ട് തംസപ്പാണ് കാണിക്കുന്നത്, ഞങ്ങൾ വോട്ട് ചെയ്യും. കാരണം വരും തലമുറയ്ക്ക് ജീവിതം ദുസ്സഹമാക്കും ഈ 2 കൂട്ടരാണെങ്കിൽ അവർക്ക് തെളിഞ്ഞു കഴിഞ്ഞു. നരേന്ദ്രമോദി കൊടുക്കുന്ന വികസനം സബ്കാ സാത്ത് സബ്കാ വികാസ്. അപ്പോൾ എന്തു പറ്റുന്നു, എല്ലാ ജനവിഭാഗങ്ങളെയും രാഷ്ട്രീയവും മതവും നോക്കാതെ ഇന്നിവിടെ കിട്ടുന്ന ഇസ്ലാമിക വിശ്വാസികൾ, ക്രിസ്ത്യൻ വിശ്വാസികൾ തുറന്ന് പറയുകയാണ് നരേന്ദ്രമോദിയുടെ പാർട്ടിക്കാണ് വോട്ടെന്ന്. ഇത് എതിർ കക്ഷികളെ 2 പേരും വിരളി പൂണ്ടിരിക്കുകയാണ്. 2 പേരും ഭയന്നിട്ട് എന്ത് ചെയ്യണം, പരാജയ ഭീതിയിലാണ്. ഒരു കാര്യം ഉറപ്പാണ്, വിജയം സുനിശ്ചിതം. സ്ത്രീകളായിരിക്കും കൊല്ലത്തെ റിസൾട്ട് മാറ്റിമറിക്കാൻ പോകുന്നത്. അപ്പോൾ കൊല്ലത്തെ സ്ത്രീകളുടെ വോട്ട് കൃഷ്ണകുമാർ ജിക്ക് തന്നെ ആയിരിക്കും. അല്ല, അതിനകത്ത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ ഇന്ന് വിദ്യാസമ്പന്നരാണ്, അവർ സ്വതന്ത്രരാണ്, അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം അവർ പ്രകടിപ്പിച്ചു തുടങ്ങി. ഇത്തരം കാലം അങ്ങനെയല്ല. ചേട്ടൻ, ഭർത്താവ് പലരും പറയുന്നത് കേൾക്കുമായിരുന്നു. ഇന്നത് ആ യുഗം മാറിയിരിക്കുന്നു. നരേന്ദ്രമോദിയാണെങ്കിൽ നാരി ശക്തി എന്ന് പറഞ്ഞ് സ്ത്രീകൾക്ക് സർവ്വവിധ പിന്തുണയും കൊടുക്കുന്നു. 33% റിസർവേഷൻ പാർലമെൻറ്റ് ഇലക്ഷനിൽ പോലും കൊടുത്തിരിക്കുന്നു. ചരിത്രപരമായ തീരുമാനങ്ങൾ ഇത് മുഴുവൻ സ്ത്രീകൾ കാണുന്നു. മാത്രമല്ല ജൽജീവൻ മിഷൻ ആയിക്കോട്ടെ, എന്ത് പദ്ധതി വട്ടെ, സ്ത്രീകൾക്ക് മാത്രമായിട്ട് എത്രയോ പദ്ധതികൾ ഇത് മുഴുവൻ സ്ത്രീകൾ കാണുന്നു. ഇന്ന് അവരുടെ ഗുണഭോക്താക്കളായിരിക്കുന്നു. സ്വാഭാവികമായും സ്ത്രീകൾ വോട്ട് ചെയ്യും. അവർ പറയുന്നതനുസരിച്ച് വീട്ടിലും മാറി വോട്ട് ചെയ്യും. അതാണ് ഇത്തവണ സംഭവിക്കാൻ. അടിയൊഴി കളക്കാൻ ഒരു സർവേക്കും കഴിയുകയുമില്ല. സിന്ധു ചേച്ചി, കൃഷ്ണകുമാർജി ഇപ്പോൾ രാജമാണിക്യത്തിലെ മമ്മൂട്ടിയെ പോലെ പറയുന്നത് ഇടത്തോട്ട് മാറി നിൽക്കാനാ പറയുന്നത്. എന്താ പറയണേ? ഇടത്തോട്ട് മാറി നിൽക്കടാ, കാണട്ടെ. അങ്ങനെ പറഞ്ഞോ? കാഴ്ചയില്ലല്ലോ. അതാ, ഓ അതുകൊണ്ട് അതില് പുള്ളി, ഞാൻ അതിപ്പോഴാ ക്ലിക്ക് ചെയ്തേ. അയ്യോ, എങ്ങനെയാണെന്ന് ഒരു കണ്ണു വെച്ച് കാണുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? പാവം. ടെൻഷനില്ലേ? കണ്ണാണ് ടെൻഷൻ. പക്ഷെ ഞാൻ ഈ കംപ്ലീറ്റ് റിപ്പോർട്ട് നമ്മുടെ ഡോക്ടറിന് അയച്ചു കൊടുത്ത് ഞാനത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. സോ ട്രിവാൻഡ്രത്ത് എത്തിയിട്ട് ഒന്നുകൂടെ കൊണ്ടുപോയി ടെൻഷനാണ്. പറയുന്ന മറ്റൊരു കാര്യം, കൊല്ലത്തെ സ്ത്രീകളുടെ വോട്ട് മൊത്തം പുള്ളിക്കുള്ളതാണെന്നാണ്. അങ്ങനെ ആവട്ടെ. അതിലും ടെൻഷനുണ്ട്. ഇത്ര സ്ത്രീകളെ സുരക്ഷിതമാക്കി 5 പേരെ വളർത്തുന്നു. സ്വാഭാവികമായിട്ട് സ്ത്രീകൾ ഇത് കാണുകയല്ലേ? നാച്ചുറലി ചിന്തിച്ചാൽ കൃഷ്ണകുമാരനെ കൊടുക്കും. നമ്മൾ ചിന്തിച്ചാൽ, പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ ആരാണ് വരാൻ പോകുന്നത്? ഭരണത്തിൽ BJP ആണ് വരാൻ പോകുന്നത്. ഈ അവസാനഘട്ട തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എങ്ങനെയുണ്ട് മാഡത്തിൻ്റെ കോൺഫിഡൻസ്? എങ്ങനെയുണ്ട് സിന്ധു ചേച്ചിയുടെ? ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ്. ബിക്കോസ് ഐ തിങ്ക് ഈ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും വെച്ച് BJPക്ക് ഏറ്റവും ടഫായിരുന്നൊരു മണ്ഡലം ഇതാണ്. കാരണം ഏറ്റവും അധികം ഒരു ഡിഫറൻസ് ഓഫ് വോട്ട് ഉണ്ടായിരുന്നത് കൊല്ലത്താണ്. ഓൾമോസ്റ്റ് ഐ തിങ്ക് RSPയുടെ കാൻഡിഡേറ്റിന് 5 ലാഖോളം വോട്ട് കിട്ടുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് BJP കാൻഡിഡേറ്റിന് 1 ലാഖ്, അറൗണ്ട് 4 ലാഖിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് അതൊരു വലിയ ചാലഞ്ചായിരുന്നു. അത് കൃഷ്ണകുമാർ അത് വളരെ ധൈര്യപൂർവ്വം ഏറ്റെടുത്തു. ആൻഡ് ഇവിടെ ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു ത്രികോണ മത്സരമാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളും വലിയൊരു ആൾക്കൂട്ടം കാണുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊരു പോസിറ്റീവ് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും പോസിറ്റീവാണ്. ഇതെല്ലാം വോട്ടായി മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെ അത് കൈ കാണിച്ചോളൂ. ദിയനെ കാണാൻ, ദിയ ഫാൻസ് ആണ് അവരെല്ലാവരും. അച്ഛനെ കാണാൻ തന്നെ വന്നതല്ല. ദിയ ഫാൻസ് കൂടുതൽ വിളിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. ദിയ ഫാൻസിന് കൊല്ലത്തൊരു ഘടകം ഉണ്ട് കേട്ടോ. ദിയ ഫാൻസ് അസോസിയേഷൻ കൊല്ലം ഘടകം. എന്നെ എന്തിനാ ഇട്ടി ആക്കുന്നേ? അല്ലല്ല, എവിടെ ചെന്നാലും ദിയ വന്നിട്ടുണ്ടോ ശരിക്കും ഞാൻ കേട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ദിയയ്ക്ക് ഇവിടെ വലിയ ഫാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണകുമാർജി പ്രചാരണത്തിന് 3 തവണ ദിയയെ കൊണ്ടുവന്നത്. ബാക്കി എല്ലാ മക്കളെയും ഒരു തവണയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഐശ്വര്യ ലക്ഷണമുള്ളവരെയും കൂടെ ചേർക്കണ്ടേ? അതുകൊണ്ടായിരിക്കാം എന്നെ കൊണ്ട്. ഐശ്വര്യം, അതെ, ആ വീടിന്റെ ഐശ്വര്യം. ജനിച്ച ആ ദിവസമാണ് കിച്ചുവിന് ആദ്യത്തെ ഡെയിലി, പണ്ട് സീരിയലുകൾ 13 എപ്പിസോഡായിരുന്നു. ഡെയിലി സീരിയലുകൾ തുടങ്ങിയത് 98-ൽ. ഇവള് ജനിച്ച ആ ദിവസം
അന്ന് അവിടെ ഞാൻ അകത്ത് പ്രസവിക്കാൻ കിടക്കണം. ആ സമയത്താണ് കിച്ചുവിന് ആ പ്രൊഡ്യൂസർ വന്നിട്ട് ബുക്ക് ചെയ്യുന്ന ആദ്യത്തെ ഡെയിലി സീരിയൽ. അത് സ്ത്രീ അല്ലായിരുന്നു, മുഖങ്ങൾ എന്ന് പറഞ്ഞ മറ്റൊരു സീരിയലായിരുന്നു. അതിനുവേണ്ടി കിച്ചുവിന് അന്നാണ് ബുക്ക് ചെയ്യാൻ വന്നത്. അതായിരിക്കും. അല്ലെങ്കിൽ എനിക്കൊരു ലേഡി ലക്കുണ്ട്, സ്ത്രീകളുടെ ഭാഗ്യം. ചുറ്റും നിന്ന് സ്ത്രീകളുടെ സൗഭാഗ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. സ്ത്രീ എന്ന് പറഞ്ഞ് ഒരു സീരിയലാണ് എനിക്ക് ഏറ്റവും വലിയ ബ്രേക്ക് തന്നത്. അതുകൊണ്ട് എൻ്റെ വീട്ടിൻ്റെ പേരും സ്ത്രീ എന്നാണ് ഇട്ടത്. അതിനകത്ത് മൊത്തം സ്ത്രീകളുമാണ്. ഒരേ ഒരു ആൺതരി. സ്ത്രീ ജന്മം, ധന്യജന്മം, സ്ത്രീജന്മം, പുണ്യജന്മം അല്ലേ? ആണല്ലോ. അതെ അതെ അതെ, അത് തന്നെ കാര്യം. എന്ത് തോന്നുന്നു ഈ അവസാനഘട്ട പ്രചാരണത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ? എങ്ങനെയാ ഫീൽ? എന്ത് സ്ട്രോങ് ആയിട്ട് അച്ഛൻ ജയിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം. അച്ഛൻ ജയിച്ച് കാണണം എന്ന് തന്നെ ഉണ്ട്. വിജയിക്കട്ടെ. കാരണം നല്ലൊരു ലീഡറിന്റെ ആവശ്യം കൊല്ലത്തിനുണ്ടെന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അച്ഛൻ്റെ കണ്ണിൻ്റെ പരിക്കുകളൊക്കെ കണ്ടില്ലേ? കണ്ടിരുന്നു. ഞാൻ ആക്ച്വലി ഇത് അറിഞ്ഞില്ല. UK എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചാണ് പറയുന്നത്, എടോ തൻ്റെ അച്ഛൻ്റെ കണ്ണിന് എന്ത് പറ്റി? ഞാൻ തിയേറ്ററിനകത്തായിരുന്നു, അപ്പം ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇറങ്ങി വന്ന ഉടനെ അമ്മയെ വിളിച്ചു ചോദിച്ചു, അച്ഛൻ്റെ കണ്ണിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇതുപോലെ ആരുടെയോ കയ്യോ എന്തോ കയറി കൊണ്ട് കണ്ണ് മുറിഞ്ഞു എന്നെന്തോ പറഞ്ഞു. അപ്പം ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പിന്നീടാണ് ഞാൻ എല്ലാ ന്യൂസും അറിഞ്ഞു വന്നത്. ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിനുണ്ട് ഡെഫിനറ്റ്ലി. വൈകുന്നേരമല്ലേ? ഞാൻ ഉണ്ട്. ഇവരൊക്കെ ഇത്രയും വലിയ ആരാധകരെ കാണുമ്പോൾ, ദിയ ഫാൻസ് അസോസിയേഷൻ കാണുമ്പോൾ എന്ത് തോന്നുന്നു? ഈ ചോദ്യം വീണ്ടും വീണ്ടും എന്നെ ആക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ദിയ വന്നില്ലെന്ന് 2-3 പേര് ചോദിക്കുന്നു. 2-3 അത് സ്വാഭാവികമായിട്ട്. കാരണം ഇവർക്ക് ലക്ഷക്കണക്കിന് വരുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അവർ മുഴുവൻ നമുക്ക് വോട്ട് ചെയ്യണമെന്നല്ല, എങ്കിൽ പോലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നവരാണല്ലോ. ഇൻഫ്ലുവൻസേഴ്സ് എന്നാണല്ലോ പറയുന്നത്. ഒരു 5 to 10% സ്വിംഗ് ഉണ്ടാവും. അതായത് 4 മക്കളുടെയും ഭാര്യയുടെയും ആൾക്കാർ ഇഷ്ടപ്പെടുന്നവർ മാറി ചിന്തിക്കുന്നവരുണ്ടാവും. അത് ആണ് ഇതിനകത്ത് വലിയൊരു ടിൽറ്റ് ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നവരാണല്ലോ. അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പം എന്തായാലും നല്ലൊരു വിജയം ആശംസിക്കുകയാണ്. കൊട്ടിക്കലാശത്തിൻ്റെ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ കൃഷ്ണകുമാറും കുടുംബവും ഇതാ ഈ കൊല്ലം നഗരത്തിലെ പല വീതികളിലൂടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ വാഹനത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തന്നെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.